കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികരെ കാർ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെട്ട അജ്മൽ പോലീസ് പിടിയിൽ. ഇന്ന് പുലർച്ചെയാണ് പതാരം എന്ന സ്ഥലത്ത് വെച്ച് അജ്മൽ ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായത്. അജ്മൽ മദ്യപിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ലഹരി മരുന്നു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഇയാൾ എന്നതും ഏറെ പ്രധാനമാണ്. ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാർ ഇടിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചത്. റോഡിൽ തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറും രക്ഷപ്പെടുകയായിരുന്നു. വിനേഷ് കൊട്ടാരക്കര വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനേഷ്, ഏറ്റവും പുതിയ വിവരം ഇയാൾ മദ്യപിച്ചിരുന്നു, ലഹരിക്കടിമയാണ് എന്നൊക്കെയാണ് ഒരു പശ്ചാത്തലം. അങ്ങനെയൊരു പശ്ചാത്തലമുള്ള ആളാണല്ലേ? രഞ്ജിത്ത്, അത്തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടത്തെ തുടർന്ന് മരണമടഞ്ഞ 45-കാരിയുടെ മൃതശരീരം ഇപ്പോൾ ശാസ്താംകോട്ട മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്ത ആൾ വാഹനം നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷിച്ച് രാവിലെയാണ് അജ്മൽ എന്ന ഡ്രൈവറെ പിടികൂടിയത്. കൊല്ലം പതാരത്ത് വെച്ചായിരുന്നു അജ്മൽ പിടിയിലായത്. അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. കാരണം അജ്മൽ നേരത്തെ ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ആ പ്രദേശവാസികളിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് ഇവർ കഴിഞ്ഞ ദിവസം വാഹനത്തിലിരുന്ന് മദ്യപിക്കുന്നതായി ചിലർ കണ്ടതായിട്ട് പോലീസിന് മൊഴി നൽകിയതായിട്ട് നമുക്കിപ്പോൾ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ യുവ ഡോക്ടറെ കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അതായത് ഈ അജ്മലിനോടൊപ്പം യാത്ര ചെയ്യുന്ന യുവ ഡോക്ടറെ പോലീസിന് ചില വിവരങ്ങൾ, നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ അജ്മലിന്റെ ഫോൺ ട്രേസ് ചെയ്താണ് ഒടുവിൽ അജ്മലിനെ പിടികൂടാൻ സാധിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അജ്മലിനെ പിടികൂടിയത്. അജ്മലിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ച് വരികയാണ്. രഞ്ജിത്ത്, ശരി, വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.